പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ LSS മോഡൽ എക്സാമിനേഷൻ്റെ മാതൃകാ ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ചോദ്യങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. പിന്നെ ശരിയുത്തരം കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ആദ്യത്തെ കുറേ നിർദ്ദേശങ്ങളൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമാണ്. കാപ്പിരികളുടെ നാട്ടിൽ എന്നത് ആഫ്രിക്കയിലൂടെ ഗ്രന്ഥകാരൻ നടത്തിയ യാത്രാ വിവരണമാണ്. ആരാണ് ഈ പുസ്തകം രചിച്ചത് എന്നതാണ് ചോദ്യം. ഉത്തരം SK പൊറ്റക്കാടാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വഞ്ചിപ്പാട്ട് ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് എന്നതാണ്. ഉത്തരം നദോന്നത വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ട് രചിച്ചിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, കുറിയരി വെച്ച് വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു. ഈ കവിതാ ഭാഗത്ത് ആശു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നതാണ്. ഉത്തരം ആശു എന്ന പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നല്ലെങ്കിൽ വേഗത്തിൽ എന്നതാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ചോദ്യം, കാലപ്രയാണത്തിൽ പ്രകൃതിക്കുണ്ടാകുന്ന ഭിന്നഭാവങ്ങളെ എന്താണ് പറയുന്നത്. ഉത്തരം ഋതുക്കൾ എന്നാണ് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ചാരി എന്ന നൃത്തരൂപം ഏത് കലാരൂപത്തിൻ്റെ ഭാഗമാണ് എന്നതാണ്. ഉത്തരം ചാക്യാർകൂത്തിൻ്റെ ഭാഗമാണ് ചാരി എന്ന നൃത്തം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല കാർഷിക ഉപകരണങ്ങളിൽ ശരിയല്ലാത്ത ജോഡി ഏതെന്ന് തിരിച്ചറിയാം. ആദ്യത്തെ ചോദ്യം ഇത് ഓപ്ഷൻസ്: പറ ധാന്യങ്ങൾ അളക്കുന്നതിന്, അരിവാൾ കൊയ്തെടുക്കുന്നതിന്, വല്ലോട്ടി ജലസേചനത്തിന്, കലപ്പ നിലം ഉഴുതുമറിക്കുന്നതിന്. ഇതിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളിൽ ശരിയല്ലാത്ത ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി വല്ലോട്ടി ജലസേചനത്തിന് എന്നത് ശരിയല്ലാത്ത ജോഡിയാണ്. വല്ലോട്ടി എന്തിനാണ്? സാധനങ്ങൾ അല്ലെങ്കിൽ വിത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. ചക്കക്കുരു ചക്ക അധികം കുരു, ചക്കപ്രഥമൻ ചക്ക അധികം പ്രഥമൻ, ഇഞ്ചിക്കറി ഇഞ്ചി അധികം കറി, കായത്തോല് കായ അധികം തോല്. അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ചക്കപ്രഥമനാണ്. ബാക്കിയെല്ലാം ഇരട്ടിക്കുന്ന പദങ്ങളാണ് അല്ലേ. അടുത്ത എട്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തോളിൻ്റെ മലയാളം എന്ന കവിതയിൽ മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ്. ഓപ്ഷൻസ്: ഭാഷാനാമം, ദേശനാമം, പുരുഷനാമം, സർവനാമം. ഉത്തരം ദേശനാമം എന്നാണ് മലയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഒൻപതാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് സമാനപദമല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശശി, ഇന്ദു, ഭാസ്കരൻ, തിങ്കൾ. ഓപ്ഷൻ സി ഭാസ്കരനാണ് സമാനപദം അല്ലാത്തത്. ഇപ്പം താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ഏത് വ്യവഹാര രൂപത്തിൻ്റേതാണെന്ന് പറയണം. ആകർഷകമായ തലക്കെട്ട്, നടന്ന സംഭവം, സ്ഥലം, സമയം എന്നിവ വിശദമാക്കിയിട്ടുണ്ട്. വായനക്കാരൻ്റെ മനസ്സ് തട്ടും വിധം ആകർഷകവും അനുയോജ്യവുമായ ഭാഷയാണ്. ഇപ്പോൾ ഏതാണ് ഇതിൻ്റെ? നോട്ടീസാണോ, പത്രവാർത്തയാണോ, ആസ്വാദനക്കുറിപ്പാണോ, വിവരണമാണോ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി പത്രവാർത്തയാണിത് അല്ലേ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗദ്യഭാഗമാണത്. വായിച്ചിട്ട് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഒരു സ്ഥലത്ത് രാമവും കുടുംബവും സുഖമായി താമസിച്ചിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാമ പെട്ടെന്ന് മരിച്ചു. പിന്നീട് അവർ അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ രാമുവിൻ്റെ ഭാര്യ പുറത്തിറങ്ങിയപ്പോൾ മുറ്റത്തത് സ്വർണ്ണത്തൂവലുള്ള ഒരു അരയന്നം. അവർ വീട്ടിലെ എല്ലാവരെയും വിളിച്ചു. അരയന്നം നേരെ വീട്ടിനകത്തേക്ക് കയറി. അപ്പോൾ രാമുവിൻ്റെ കുടുംബം വളരെ വിഷമിച്ച് ജീവിക്കുന്നതാണ് അരയന്നം കണ്ടത്. തൻ്റെ സ്വർണ്ണത്തൂവലുകൾ ദിവസവും ഓരോന്ന് വിറ്റ് സുഖമായി ജീവിക്കുവാൻ അരയന്നം അവരോട് പറഞ്ഞു. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു. അങ്ങനെയിരിക്കെ അവർക്കൊരു സംശയം: ഈ അരയന്നം എന്നും സ്വർണ്ണത്തൂവലുകൾ തരുമോ? ഒരു ദിവസം അവർ അരയന്നത്തെ പിടിച്ച് തൂവലുകൾ മുഴുവൻ പറിച്ചെടുത്തു. അടുത്ത നിമിഷം ആ സ്വർണ്ണത്തൂവലുകളെല്ലാം വെറും തൂവലുകളായി. ആ അരയന്നം മനുഷ്യരെ പോലെ കരയാൻ തുടങ്ങി. ആ അമ്മയും മക്കളും പേടിച്ചുപോയി. അപ്പോൾ അരയന്നം പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാനെന്ന് നിങ്ങൾക്ക് ഓരോ സ്വർണ്ണത്തൂവൽ തരില്ലായിരുന്നു. നിങ്ങൾ അത്യാഗ്രഹികളാണ്. ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അരയന്നം അപ്രത്യക്ഷമായി. അപ്പോൾ ഈ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് ഏതാണ്? ഈ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് സ്വർണ്ണ അരയന്നമാണ്. അടുത്ത കഥയുടെ ഗുണപാഠം എന്ത് എന്നതാണ് ചോദ്യം. കഥയുടെ ഗുണപാഠം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ആപത്താണ് എന്നതാണ് കഥയുടെ ഗുണപാഠം.
അടുത്ത മൂന്നാമത്തെ കഥയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ കഥയുടെ ആശയം, ഇഷ്ട കഥാപാത്രം, സന്ദർഭം, കാരണം, അഭിപ്രായം ഇതെല്ലാം എഴുതി കാണിക്കുക. അപ്പോൾ അത് കൂട്ടുകാർ തന്നെത്താനെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. അടുത്തത് ഒരു ഗദ്യഭാഗമാണ്. അനുവും കൂട്ടുകാരും സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിലെ അംഗങ്ങളായിരുന്നു. സ്കൂളിൽ ന്യൂട്രീഷൻ ഗാർഡൻ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണവർ. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ചാർജുള്ള ഷിഹാബ് മാഷിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ചട്ടികളിലായാണ് കൃഷി ഇറക്കാൻ തീരുമാനിച്ചത്. ഇതിലേക്ക് ആവശ്യമായ മണ്ണ്, ഒരു മുറം പച്ചക്കറിക്ക് ഒരു പിടി മണ്ണ് എന്ന ഒരു തലക്കെട്ടോടുകൂടി തുടങ്ങാൻ തീരുമാനിച്ചു. സ്കൂളിലെ ഓരോ കുട്ടികളും ഇതിലേക്ക് ആവശ്യമായ മണ്ണ് കൊണ്ടുവന്ന് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി. വെണ്ട, തക്കാളി, പയർ, പാവയ്ക്ക, പച്ചമുളക്, വഴുതന, ചീര, കോവയ്ക്ക എന്നീ പച്ചക്കറികളാണ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. കൃഷിയിടം നിത്യവും നനയ്ക്കാനായി അധ്യാപകരും 4ാം ക്ലാസ്സിലെ കുട്ടികളും ചേർന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഇതിലേക്ക് ആവശ്യമായ ചട്ടികളും വളങ്ങളും തൈകളും PTA-യുടെയും പഞ്ചായത്തിൻ്റെയും സഹായത്തോടെ ശേഖരിക്കാൻ തീരുമാനിച്ചു. ഹെഡ് മിസ്ട്രസ് പ്രീത ടീച്ചർ PTA പ്രസിഡന്റിനെ അറിയിച്ചു. ഇനി പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാനായി ഒരു നിവേദനം തയ്യാറാക്കാൻ അനുവിനെയും കൂട്ടുകാരെയും സഹായിക്കാമോ എന്നാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം നോക്കാം. കൃഷിക്ക് ആവശ്യമായ മണ്ണ് ശേഖരിക്കുന്നതിനായി അവർ നൽകിയ പേര് എന്താണ് എന്നതാണ്. അതിന് ഉത്തരമാണ് ഒരു മുറം പച്ചക്കറിക്ക് ഒരു പിടി മണ്ണ് എന്നത്. എൻ്റെ ഒരു പിടി മണ്ണ്. അടുത്ത് ദിവസവും എന്നർത്ഥം വരുന്ന പദം കണ്ടെത്തി എഴുതാനാണ്. ഉത്തരം നിത്യവും എന്നാണ് ദിവസവും എന്ന പദത്തിലെ സമാന പദം. അടുത്ത് ഈ ആവശ്യങ്ങൾ കാണിച്ച് പ്രസിഡന്റിന് നൽകാനുള്ള ഒരു നിവേദനം തയ്യാറാക്കണം. നിവേദനം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അനുയോജ്യമായ ഘടനയിൽ അതായത് സ്ഥലം, തീയതി രേഖപ്പെടുത്തണം. പിന്നെ നിവേദനം ആർക്ക് നൽകുന്നു എന്ന സൂചന പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകുന്നു, ആര് നൽകുന്നു എന്ന സൂചന, പിന്നെ അഭിസംബോധന ചെയ്യണം എങ്ങനെയാണ്, പിന്നെ നമ്മുടെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം, പിന്നെ എന്താണ് ഭാഷാ ശൈലി, പിന്നെ നിവേദനം നൽകുന്നവരുടെ പേര് ഒപ്പിട്ട് ഇങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അടുത്തതൊരു കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂചനകളിൽ നിന്ന് തിരിച്ചറിയണം. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. 1878 ജനനം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ബദിര വിലാപം എന്ന കൃതി രചിച്ചു. സാഹിത്യകാരൻ ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.